കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതും. ഈ വർഷം നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്നാണ് ട്രൂഡോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്റെ സ്വന്തം തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല. ട്രൂഡോയെ ഉദ്ധരിച്ചുകൊണ്ട് കാനഡയിലെ ഗ്ലോബൽ ന്യൂസ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം വിട്ട ശേഷം എന്തു ചെയ്യുമെന്ന് ചിന്തിക്കാൻ തനിക്ക് സമയമില്ല എന്നും ട്രൂഡോ പറഞ്ഞു. ഒരു പതിറ്റാണ്ട് മുൻപ് ഊർജ്ജസ്വലനായ യുവ നേതാവായി രംഗത്തെത്തിയ നേതൃപാടവം ഭരണ നേതൃത്വം പിടിച്ച ട്രൂഡോയുടെ രാഷ്ട്രീയ മേഖലയിലെ അന്ത്യം ദയനീയമായ പര്യവസാനമാണിത്. ട്രൂഡോയുടെ ഭരണകാലത്ത് കുടിയേറ്റം, പണപ്പെരുപ്പം, തൊഴിൽ, പാർപ്പിടം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ രാജ്യം പിറകോട്ട് പോയതായും കാനഡയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ട്രൂഡോയുടെ ലിബറൽ പാർട്ടി ഓഫ് കാനഡ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ശേഷം കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന് ട്രൂഡോ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ലിബറൽ പാർട്ടിയുടെ നേതാവായി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും. പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നതിന് ശേഷം ഏതാനും മാസത്തേക്ക് പാർലമെന്റ് അംഗമായും തുടരും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന തീരുമാനത്തിന് ശേഷം MP സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഒഴിവാകും. ട്രൂഡോയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിക്കും കാനഡയിൽ ജനപ്രീതി വലിയ തോതിൽ ഇടിയുകയായിരുന്നു. അമേരിക്കയുമായും ഇന്ത്യയുമായും കാനഡയുമായുള്ള ബന്ധം ഏറെ വഷളായിരുന്നു. 2025 ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന സാധ്യതയുള്ള തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയേക്കാൾ പിയറി പൊയ്ലിവേറും നയിക്കുന്ന കോൺസർവേറ്റീവ് പാർട്ടി വലിയ ലീഡ് നേടുമെന്നാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ സൂചിപ്പിച്ചതും. തന്റെ ലിബറൽ പാർട്ടി ഓഫ് കാനഡ പുതിയ നേതാവിനെ തിരഞ്ഞെടുത്ത ശേഷം കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന് ട്രൂഡോ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ലിബറൽ പാർട്ടിയുടെ നേതാവായി പ്രധാനമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരും. എന്റെ സ്വന്തം തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല എന്ന് ട്രൂഡോയെ ഉദ്ധരിച്ചുകൊണ്ട് കാനഡയിലെ ഗ്ലോബൽ ന്യൂസ് വ്യക്തമാക്കുകയായിരുന്നു. രാഷ്ട്രീയം വിട്ട ശേഷം എന്തു ചെയ്യുമെന്ന് ചിന്തിക്കാൻ ഇപ്പോൾ തനിക്ക് സമയമില്ല എന്നും അറിയിച്ചിരുന്നു. ഞാൻ പിന്നീട് എന്തു ചെയ്യും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്കിപ്പോൾ കൂടുതൽ സമയമില്ല എന്നാണ് ട്രൂഡോ വ്യക്തമാക്കിയതും. അതേസമയം 9 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചാണ് ട്രൂഡോ പ്രധാനമന്ത്രി പദം രാജിവെച്ച് പടിയിറങ്ങുന്നതും. ഇന്ത്യയുമായുള്ള ബന്ധം ഒരുപാട് വഷളായത് ട്രൂഡോയുടെ ഭരണകാലത്താണ്. പക്ഷേ അഴിമതി കഥകൾ വളരെ വേഗം പിടിമുറുക്കുകയായിരുന്നു. SNC-Lavalin കേസ് ആയിരുന്നു ആദ്യത്തേതായി പറയപ്പെടുന്നത്. SNC-Lavalin ലോകത്തെ തന്നെ വലിയ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. കാനഡയിൽ 9,000 പേർക്ക് ജോലി നൽകുന്ന സ്ഥാപനം. ലിബിയയിലെ കരാറുകൾ കിട്ടാൻ വേണ്ടി ഗ്രാഫ്റ്റി സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി എന്നതാണ് കേസ്. ക്രിമിനൽ മാനങ്ങളുള്ള കേസിലെ പ്രോസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കമ്പനി ധാരണയ്ക്ക് ശ്രമിച്ചു. പകരം പിഴയോ മറ്റ് ശിക്ഷകളോ ആവാമെന്നും പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടാൽ ഫെഡറൽ കരാറുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നും ഉള്ളത് റദ്ദു ചെയ്യുകയും ചെയ്തിരുന്നു. വിചാരണ ഒഴിവാക്കണമെന്ന് SNC-Lavalin ആവശ്യപ്പെട്ടു. അതിന് സമ്മതിക്കാൻ ട്രൂഡോയും സംഘവും അതിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ട് അന്നത്തെ നീതിന്യായ വകുപ്പ് മന്ത്രിയെ വിസമ്മതിക്കുകയായിരുന്നു. വിസമ്മതിച്ച ജോഡി വിൽസൺ റെയ്ബോണ്ട് നീതിന്യായ വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തിരുന്നു. ആരോപണങ്ങളെല്ലാം തന്നെ ശരിയെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയായിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിച്ചതെന്നും ട്രൂഡോയും വാദിച്ചിരുന്നു. ബഹമാസ് ആഡംബര യാത്രകളായിരുന്നു അടുത്ത ആരോപണം. ട്രൂഡോയും കുടുംബവും പാർട്ടിയിലെ ചില മുതിർന്ന അംഗങ്ങളും ഷിയ പുരോഹിതനായ ആഘ ഖാൻ ബഹമാസിലുള്ള ദ്വീപിൽ അവധിക്കാലം ആഘോഷിച്ചു എന്ന ആരോപണവും സത്യമെന്ന അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. അതിലൊന്നും തീർന്നില്ല. പിന്നീട് കുടുംബവുമായി ബന്ധമുള്ള ചാരിറ്റി സംഘടനയ്ക്ക് സർക്കാർ പദ്ധതി അനുവദിച്ചു എന്നതായി അടുത്തത്. എല്ലാം കൂടി 2019 തിരഞ്ഞെടുപ്പിൽ ട്രൂഡോയ്ക്ക് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റതും. ന്യൂനപക്ഷ സർക്കാരായി. 2021 ഇടക്കാല തിരഞ്ഞെടുപ്പിലും പ്രകടനം മോശമായിരുന്നു. ജീവിത ചെലവ് കൂടുകയും നാണയപ്പെരുപ്പം കാരണം സാധാരണക്കാരും ട്രൂഡോയെ പഴിച്ചു. ജനപ്രീതി കുറഞ്ഞതിനെ തുടർന്ന് സ്വന്തം പാർട്ടിയിലും അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ ഏൽക്കേണ്ടി വന്നു. കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% നികുതി ചുമത്തുമെന്ന് ഭീഷണി മുഴക്കിയത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതും ട്രൂഡോയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് സമ്മാനിച്ചതും. പിന്നാലെയാണ് ധനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജി വെക്കുന്നതും. സർക്കാരിനെ താങ്ങി നിർത്തിയിരുന്ന ജഗ്മീത് സിംഗിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. അമ്പരിപ്പിച്ച നീക്കമായിരുന്നു അത്. അതേപോലെ തന്നെ ഖാലിസ്ഥാൻ അനുകൂലികളായ തീവ്രവാദികൾക്ക് വേണ്ടി ഇന്ത്യയോടും ഏറ്റുമുട്ടിയ ആളാണ് ട്രൂഡോ. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളിലും ട്രൂഡോ പരാജയമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ജഗ്മീത് സിംഗ് പിന്തുണ പിൻവലിച്ചത്. കോർപ്പറേറ്റ് അന്ത്യഗ്രഹമാണ് രാജ്യത്ത് വിജയിക്കുന്നതെന്ന് വിമർശിക്കുകയും ചെയ്തു. ഒടുവിൽ സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ പരസ്യമായി ഉയർത്തപ്പെട്ടതോടെ തന്നെയാണ് ട്രൂഡോ പിൻവാങ്ങാൻ തീരുമാനിക്കുന്നതും. അഭിപ്രായ വോട്ടെടുപ്പുകളിൽ പ്രതിപക്ഷ നേതാവ് പിയറി
പൊയിലിവറായിരുന്നു മുന്നിലുള്ളത്. പക്ഷേ ട്രൂഡോ സർക്കാരിന്റെ കുടിയേറ്റ നയത്തിനുണ്ടായിരുന്നത് മാനുഷിക മുഖമാണ്. 25,000 സിറിയൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ചു സർക്കാർ. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും അഭയാർത്ഥികളെ സ്വീകരിച്ചു. ഇറാഖിലെ യസീദികളെ അടക്കം. തൊഴിൽ പരിചയവും പരിശീലനവും നേടിയവരെ ആവശ്യമായിരുന്നു കാനഡയ്ക്കും. അതും അവർ നേടുകയും ചെയ്തു. ട്രൂഡോ സർക്കാരിന്റെ തുടക്കത്തിൽ കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തിരുന്നു. അടുത്തിടെ ഇതെല്ലാം മാറിമറിയുകയായിരുന്നു എന്നത് മാത്രം. എല്ലാത്തിനും പരിധികൾ വന്നു. പക്ഷേ പ്രതിപക്ഷമാണ് ഭരണമേൽക്കുന്നതെങ്കിൽ കുടിയേറ്റ നിയമം തന്നെ മാറും. അത് കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവരെയും ഇത് ബാധിക്കും. പ്രതിപക്ഷ നേതാവ് പിയറി ആകട്ടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ തൊഴിൽ അവസരങ്ങൾ വിദേശികൾ തട്ടിയെടുക്കുന്നത് തടയുമെന്നത് തന്നെയാണ്. ഇന്ത്യ കാനഡ നയതന്ത്ര സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഉണ്ട് എന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദം രാജിവെക്കുന്നതിന് മുന്നേ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. ആദ്യമായിട്ടായിരുന്നു ട്രൂഡോ ഖാലിസ്ഥാൻ സ്വാധീനം അംഗീകരിക്കുന്നതും. ഒട്ടോവയിലെ പാർലമെന്റ് ഹിറ്റ്ലർ നടന്ന ദീപാവലി ആഘോഷത്തിനിടയിലായിരുന്നു ട്രൂഡോയുടെ പരാമർശം വന്നത്. കാനഡയിൽ ഖാലിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒട്ടേറെ പേരുണ്ട്. എന്നാൽ സിഖ് സമൂഹം പൂർണ്ണമായും അങ്ങനെയല്ല. മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും ഇവിടെയുണ്ട്. എന്നാൽ കനേഡിയൻ ഹിന്ദുക്കൾ മുഴുവൻ അങ്ങനെയല്ല എന്നും ട്രൂഡോ പറഞ്ഞിരുന്നു. 2023 ഖാലിസ്ഥാൻ ഭീകർ ഹർദീപ് സിംഗ് നിജ്ജാർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന കാനഡയുടെ ആരോപണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയുണ്ടായി. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരുന്നു. കാനഡയിലെ ക്ഷേത്രങ്ങൾക്ക് നേരെ അടക്കം ആക്രമണം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതേസമയം കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനു പിന്നാലെ അമേരിക്ക കാനഡയുമായി ലയിക്കണമെന്ന അമേരിക്കയുടെ നിലപാട് ഊട്ടിയുറപ്പിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹം നിലപാട് ഉറപ്പിച്ച് രംഗത്ത് വന്നതും. കാനഡയിലെ പലർക്കും അവർ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാകുന്നത് ഇഷ്ടമാണ്. കാനഡയെ നിലനിർത്തി പോകാൻ വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വൻ വ്യാപക കമ്മികളും സബ്സിഡികളും കൊണ്ടുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഇനിയും സഹിക്കാൻ കഴിയില്ല. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അയാൾ രാജിവെച്ചതെന്നാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞത്. കാനഡ US-ഉമായി ലയിച്ചാൽ ടാരിഫുകൾ ഉണ്ടാകില്ല, നികുതികൾ കുറയും. കൂടാതെ റഷ്യ, ചൈനീസ് കപ്പലുകളുടെ ഭീഷണിയിൽ നിന്ന് അവർ പൂർണ്ണമായും സുരക്ഷിതരാകും. ഒരുമിച്ച് എത്ര മഹത്തായ രാഷ്ട്രമായിരിക്കും നമ്മൾ. കഴിഞ്ഞ ദിവസം ട്രൂഡോയുടെ രാജിക്ക് ശേഷം നിയുക്ത പ്രസിഡന്റ് ഇങ്ങനെയാണ് പറഞ്ഞത്. ട്രംപിന്റെ നിർദ്ദേശത്തോട് കാനഡയും ഭാഗത്തുനിന്ന് ഇതുവരെ കാര്യമായ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. US-ഉമായുള്ള തെക്കൻ അതിർത്തിയിൽ നിന്നുള്ള അനധികൃത മയക്കുമരുന്നുകളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടയാൻ ട്രൂഡോയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ കനേഡിയൻ ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ചില പോസ്റ്റുകളിൽ ട്രംപ് ട്രൂഡോയെ ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡയുടെ ഗവർണർ എന്ന് പരിഹസിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സുഹൃത്ത് രാജ്യവുമായി നമ്മൾ നടത്തിയ ഏറ്റവും വലിയ സംഘർഷങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ കാനഡ നയതന്ത്ര യുദ്ധം. പഴയ കൊളോണിയൽ ഉൾപ്പുളകങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരുന്ന കനേഡിയൻ സായിപ്പിന് തോന്നിയ ഏറ്റവും വലിയ വിഡിത്തങ്ങളിൽ ഒന്നായിരുന്നു നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ എസ് ജയശങ്കറിന്റെ അമിത്ഷായുടെ ഭാരതത്തെ ചൊറിയുക എന്നത്. ഒന്ന് പേടിപ്പിച്ചാൽ വാലും ചുരുട്ടി ഇരുന്നോളുമെന്ന് കരുതിയ രാജ്യം നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ ഞെട്ടിയത് രമ്യഹർമ്മങ്ങളിൽ മാത്രം അതുവരെ വിഹരിച്ചു പോന്ന അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളാണ്. പണിക്ക് മറുപണി എന്ന നയത്തിനു പകരം പണിക്ക് പല മടങ്ങ് പണി എന്ന നയം ഇന്ത്യ കൈക്കൊണ്ടപ്പോൾ പുറത്താക്കപ്പെട്ട നയതന്ത്രജ്ഞരെ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കുമെന്ന് വിഷമിക്കുന്ന കാനഡയാണ് ലോകം പിന്നീട് കണ്ടത്. 2023 സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന ട്രൂഡോയുടെ ആരോപണം മുതലാണ് ന്യൂഡൽഹി ഒട്ടോവയും തമ്മിലുള്ള സംഘർഷം പുകയുന്നത്. അസംബന്ധമെന്ന് വിശേഷിപ്പിച്ചാണ് ആരോപണം ഇന്ത്യ തള്ളിക്കളഞ്ഞതും. ഇന്ത്യ ക്രിമിനൽ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്യുന്നുവെന്ന ട്രൂഡോയുടെ അവകാശവാദം ആഭ്യന്തരമായും അന്തർദേശീയമായും നിശീത വിമർശനത്തിന് വരെ ഇടയാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.